നമ്മളിന്ന് വന്നിട്ടുള്ളത് മോമോസ് ഫ്രൈ ചെയ്യുന്നതിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെയും റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മാവെല്ലാം എടുക്കുന്നതിൻ്റെ കണക്ക് 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഒരു തക്കാളിയും ഒരു അല്ലി വെളുത്തുള്ളിയും ഒരു 10-12 കാശ്മീരി മുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം ഫില്ലിങ്ങിൻ്റെയും മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ മോമോസ് സ്റ്റീം ചെയ്ത വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇതിൽ കൊടുത്തേക്കും. ഇപ്പോൾ രണ്ടിലും ഒരേ രീതിയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കൊടുക്കുന്നത്. മാത്രവുമല്ല സമയപരിമിതിയും ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ പരത്തിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിൽ നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുക്കണം. നേരത്തെ ഇട്ട വീഡിയോയിൽ നമ്മൾ ഈ രീതിയിലല്ല ചെയ്തെടുത്തത്. ഇത് ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇതിൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പം തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരെണ്ണം കൂടെ ഞാൻ അതുപോലെ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബാക്കിയുള്ളതും കൂടെ ഞാൻ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ മോമോസ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. സ്റ്റീം ചെയ്തും കഴിക്കാം, ഇതുപോലെ ഫ്രൈ ചെയ്തും കഴിക്കാം. രണ്ടും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. എല്ലാം ഒരേ ഫില്ലിങ്ങും ഒരേ മാവുമാണ്. പക്ഷേ ടേസ്റ്റ് രണ്ടും രണ്ട് രീതിയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയും. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചട്നിക്കുള്ളത് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു സവാള കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോ മൊമോസായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചട്നി റെഡിയാക്കുന്ന സമയം കൊണ്ട് ഞാനൊരു കുഴുവുള്ള ഇരുമ്പ് ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ കുഴുവുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യമേ വരുള്ളൂ. ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇടുമ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിരിക്കണം. പിന്നെ നമുക്ക് സിമ്മിലിട്ട് ചെറിയ രീതിയിൽ തീയിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയുള്ള മോമോസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫ്രൈ ചെയ്തിട്ടുള്ള മോമോസ് ചട്നി ഇല്ലാതെയും കഴിക്കാം. പക്ഷേ ചട്നിയുടെ കൂടെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അതുകൊണ്ട് ചട്നിയുടെ കൂടെ തന്നെ കഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചായയോ കട്ടനോ ആയ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.